മലപ്പുറം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച വീട്ടമ്മയുടെ ഭർത്താവ് ഹുസൈൻ പോലീസ് കസ്റ്റഡിയിൽ. തിരൂർ പൂക്കയിൽ വച്ച് ബസ്സിൽ നിന്നാണ് പിടികൂടിയത്. ഇവർ തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫൗസിയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചെയ്യുകയാണ്. ശിവദാസ്, അരുംകൊലയിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് നൽകുന്ന വ്യക്തത എന്താണ്? കെ.പി. വ്യാഴാഴ്ച മുതലാണ് തിരൂർ സ്വദേശികളായ രണ്ടുപേരെ കാണാനില്ലാതായത്. അതായത് ദമ്പതികളെയാണ് കാണാനില്ലാതായിരുന്നത്. വ്യാഴാഴ്ച മുതൽ ഫൗസിയ ഹുസൈൻ ദമ്പതികളെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഈ ഫൗസിയയുടെ മൃതദേഹം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇത് കൊലപാതകമാണെന്ന് തുടക്കം മുതൽ തന്നെ സംശയം ഉണ്ടായിരുന്നു. കാരണം ചാക്കിൽ കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. മാത്രമല്ല ഈ ഫൗസിയയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയ അടയാളങ്ങളടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി കൊലപാതകം തന്നെ എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിനുശേഷം ഈ സംഭവത്തിൽ ഭർത്താവായ ഹുസൈനെ തിരഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് ഹുസൈനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഹുസൈൻ ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ള ഒരു സംശയം തുടക്കത്തിൽ പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇയാൾ ഒളിവിൽ പോയതാണ് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി. അതിനുശേഷം ഇന്ന് തിരൂരിന് സമീപം പൂക്കയിൽ വെച്ച് ഹുസൈനെ പോലീസ് പിടികൂടിയായിരുന്നു. നിലവിൽ ഹുസൈനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ നേരത്തെ തന്നെ കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ വ്യാഴാഴ്ചയാണ് മീൻ വാരാൻ എന്ന് പറഞ്ഞ് ഫൗസിയെ തിരൂർ പുഴയിലേക്ക് ഹുസൈൻ വിളിച്ചു കൊണ്ടുപോകുന്നത്. പിന്നീട് അവിടെ നിന്നും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഹുസൈനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കെ.പി. ശരി, മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനുമാണ് വിവരങ്ങൾ നൽകിയത്.